അങ്ങനെ ഫിജോയും ജിൻഡോയും കൂടെ ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. ഫിജോ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ജിൻഡോയോട് പങ്കുവെക്കുന്നു. ജിൻഡോ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഫിജോയോടും പങ്കുവെക്കുന്നു. കൂട്ടത്തിൽ നന്ദനയുണ്ട്. ഫിജോ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ജിൻഡോയുടെയും ഫിജോയുടെയും ഒരേ മനസ്സ് തന്നെയാണ് ഒരു കാര്യത്തിൽ. കാര്യം റസ്മിനും നോറയും ഋഷിയൊക്കെ അവരുടെ റിയൽ ഫേസ് പുറത്തു കൊണ്ടുവരണം, അവരെ അടിച്ച് പുറത്താക്കണം എന്ന് തന്നെയാണ് രണ്ടുപേരും പറയുന്നത്. അത് പലപ്പോഴായിട്ട് ജിൻഡോ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് റസ്മിനും നോറയ്ക്കും എതിരെ. ഫിജോ പലപ്പോഴും പറയാറുണ്ടെങ്കിലും അത് പുറത്ത് വരുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. പക്ഷേ ജിൻഡോ നോറയ്ക്കും റസ്മിനും എതിരെ നേരത്തെ തന്നെ ഗെയിം കളിച്ചു തുടങ്ങി. ഇന്നലെ ലാലേട്ടനെ മുന്നിൽ വെച്ച് തുടങ്ങിയ കളി ഇപ്പോഴും തുടരുകയാണ്. അപ്പം ഫിജോ ജിൻഡോയെ കൂട്ടിപ്പിടിക്കുകയാണ്. ഫിജോയുടെ ഏറ്റവും വലിയ എതിരാളികൾ രണ്ടുപേരെന്ന് പറഞ്ഞാൽ നോറയും റസ്മിനും തന്നെയാണ്. അവരെ പൊളിച്ചടുക്കുക എന്നുള്ളതാണ് ഫിജോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയെന്ന് ഫിജോ ഇന്നലെ ശരണ്യയുടെ മുന്നിലും പറയുന്നുണ്ട്. അതിന് ജിൻഡോയോട് പറയുന്നുണ്ട്, നിങ്ങൾ കളി തുടങ്ങിക്കോ, കളി തുടങ്ങിക്കഴിഞ്ഞ് എന്തെങ്കിലും അതിനകത്ത് ശരിയുണ്ടെങ്കിൽ ഞാനും അവനകത്ത് ഇടപെടും, എന്നിട്ട് നമുക്കവരെ പൊളിച്ചെടുക്കാം. പക്ഷേ ഏതെങ്കിലും രീതിയിൽ അത് നെഗറ്റീവാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ഗെയിം നെഗറ്റീവാണെങ്കിൽ അവിടെയും ഞാൻ എത്തും. അവിടെ എത്തി നിങ്ങളുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കും. അപ്പോൾ നിങ്ങളും കട്ടയ്ക്ക് ഞാനുമായിട്ട് എതിരിട്ടു. അങ്ങനെ നമുക്ക് ഇവരുടെ റിയൽ സ്വഭാവങ്ങൾ എന്താണെന്ന് പുറത്ത് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പവർ ടീമിലെ നോറയുടെയും ഋഷിയുടെയും അതുപോലെ തന്നെ റസ്മിൻ്റെയും റിയൽ സ്വഭാവം എന്താണെന്ന് പുറത്ത് കൊണ്ടുവരണം എന്ന് പറയുന്ന ഫിജോയെ നമുക്ക് കാണാം. ഏതായാലും രണ്ടുപേരും ജിൻഡോയും ഫിജോയും കൂടെ ഒന്നിച്ച് ഈ കാര്യത്തിൽ, ജിൻഡോയുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, ജിൻഡോ ഒറ്റയ്ക്ക് കളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ നോറയും റസ്മിനും എന്ന് പറയുന്നത് ഫിജോയുടെയും ജിൻഡോയുടെയും കടുത്ത എതിരാളികൾ. അവർ എതിർക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഗെയിം കളിക്കുന്നില്ല. അവരെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം, എന്നിട്ട് മികച്ച ഗെയിമർ ഈ വീട്ടിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഫിജോയും ജിൻഡോയും. അതിനുവേണ്ടിയുള്ള കരുക്കൾ ഇവർ നീക്കി തുടങ്ങിയിരിക്കുകയാണ്. കൂടെ നന്ദനയുണ്ട്. നന്ദനയോടും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പവർ ടീമിനെ നമുക്ക് ശരിയാക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ സംഭവിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ജിൻഡോ ഏതായാലും നേരത്തെ തന്നെ കളി തുടങ്ങിയിരിക്കുകയാണ്. ഫിജോയും കൂടെ ഈ ഗെയിമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മികച്ച ഒരു കളി പ്രതീക്ഷിക്കാം.